കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനസീമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവൻ നിങ്ങളെ അറിയും. ആരായി ഒനസീമോസ്? എടുക്കാം, തീത്തോസിൻ്റെ ലേഖനം എടുത്താട്ടെ. തീത്തോസിൻ്റെ ലേഖനം തീത്തോസ് അല്ല, ഫിലമോൻ്റെ ലേഖനം. ഫിലമോൻ്റെ ലേഖനം എടുത്താട്ടെ. അതിൻ്റെ 8 വാക്യങ്ങൾ വായിക്കാം, കുറച്ച് വായിച്ചാട്ട്. ഫിലമോൻ എഴുതിയ ലേഖനത്തിൻ്റെ 8-ാം വാക്യം മുതൽ. ആകയാൽ യുക്തമായത് നിന്നോട് ഉണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹനിമിത്തം ഉപേക്ഷിക്കത്ര ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനസീമോസിന് വേണ്ടി ഞാൻ ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പ് നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവന് നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെയല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേർപെട്ടു പോയത് അവന് സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസന് മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജഡസംബന്ധമായും കർത്തുസംബന്ധമായും എത്രയധികം അവിടെ നിർത്തണം. എത്രയധികം. ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവനെ എന്നെപ്പോലെ ചേർത്തുകൊള്ളുവാൻ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് അന്യായം ചെയ്തിട്ടുണ്ടോ? അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ അതെന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടംപെട്ടിരിക്കുന്നു എന്ന് പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. മതി. ഈ വിഷയം ഈ ഫിലമോന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒനസീമോസാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. ഫിലമോന്റെ ലേഖനം 8 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. അതെല്ലാവരും ഇത് വായിച്ച് പഠിച്ചോണേ. ഒനസീമോസ് ആരാണെന്ന് പറയണം. ഒനസീമോസ് ഒരു എന്തോ പറയുക, ഒരു കള്ള സഹോദരനായിരുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ഞാൻ അതിനെക്കുറിച്ചൊരു ചരിത്രത്തിൽ നിന്നൊരു പഠനം എനിക്ക് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇവൻ കൊള്ളരുതാത്തവനായിരുന്നു. ഇവൻ പൗലൂസ് ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈ ഒനസീമോസ് പൗലൂസിൻ്റെ സെല്ലിലുണ്ടായിരുന്നു. പൗലൂസ് അവനോട് സുവിശേഷം പറഞ്ഞു എന്ത് ചെയ്തു? ഈ ഒനസീമോസ് അങ്ങ് രക്ഷിക്കപ്പെട്ടു. അതാ പറയുന്നത്, തടവിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എൻ്റെ മകൻ. ഇവിടെ ഇപ്പം അല്ലാതെയൊക്കെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എത്ര കഥകൾ നിങ്ങൾക്ക് കേൾക്കണം. ബാംഗ്ലൂരിൽ നിന്ന് ഒരു പൊന്നോമനപുത്രൻ വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചു. ഞങ്ങളുടെ പാസ്റ്റർമാർ, അസോസിയേഷൻ പാസ്റ്റർമാരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഭാര്യമാരെ കൈമാറ്റം ചെയ്യുന്ന കാര്യം. എന്നിട്ട് പുള്ളി ഞെളിഞ്ഞു എന്ന് പറയുക. എന്നിട്ടും ഞങ്ങളുടെ സഭ വളരുന്നുണ്ട്. ജഡീകന്മാരെ കൊണ്ട് സഭ നിറഞ്ഞു കിടക്കുക.
കർത്താവിൻ്റെ വരിൽ പോകാൻ ഒരു പീസ് പോലും അതിലില്ല. ഈ കാര്യം അവർ മനസ്സിലാക്കുന്നില്ല. പാപം ചെയ്ത് കിടക്കുന്നവൻ ഏത് കർത്താവിന് വരവിൽ എങ്ങനെ പോകുമെന്നാ പറയുന്നത്? പാപം വിട്ടൊടിഞ്ഞ് ജീവിക്കണ്ടേ? വ്യഭിചാരം ചെയ്ത് മദ്യപാനം ചെയ്ത് ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന എങ്ങനെ കർത്താവിൻ്റെ വരിൽ പോകും? ഈ പാപങ്ങളൊക്കെ ചെയ്തിട്ട് അത് ഞെളിഞ്ഞു നിന്ന് പറയാനുണ്ടായ ധൈര്യം സാത്താൻ അവന് കൊടുത്ത ധൈര്യമാണെന്ന് ഓർക്കുമ്പോൾ എൻ്റെ തല കുനിക്കുക. ഞാൻ ദൈവമക്കൾ അവന് വേണ്ടി കരയുക, പ്രാർത്ഥിക്കുക. ഒരു ആനക്കുട്ടിയെ പോലെയുള്ള ആള് പണ്ടേ തടിയനായിരുന്നു, പിന്നെയും ഇപ്പോഴും അത് തന്നെ, തലയിലൊന്നുമില്ല. സ്തോത്രം. എനിക്കിപ്പോൾ പറയുന്നതിൽ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. ഒനസിമോസ് പൗലൂസ് ജയിലിൽ കിടക്കുമ്പോൾ സുവിശേഷം പ്രസംഗിച്ച് വീണ്ടും ജനനത്തിലേക്ക് നടത്തിയ മനുഷ്യനാണ്. ഫിലമോന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഫിലമോനെ, അവൻ നിനക്ക് എന്തെങ്കിലും ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക, ഞാനത് തന്നു തീർക്കാം. എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ അനുഭവം ഉണ്ടായി, ഞാൻ പറയട്ടെ. ഒരിക്കൽ ഒരു സഹോദരൻ ഒരു വിഷയത്തിലൊരു ബാധ്യത വരുത്തി വെച്ചു. ഞങ്ങൾ 3-4 പേരുള്ളതിൽ ആ ബാധ്യത ആ സഹോദരൻ കൊടുത്തില്ല. ആ പുള്ളി വന്ന് എന്നോട് ചോദിക്കും, നിങ്ങളുടെ ആ കൂട്ടു സഹോദരനുണ്ടല്ലോ, പുള്ളി എവിടെ? ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, പുള്ളി ഇത്തിരി കാശ് തരാനുണ്ട്. അത് വലിയ സങ്കടമായിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ സമാധാനപ്പെടുക, എൻ്റെ കൈ കാശ് കിട്ടുമ്പോൾ ഞാനത് തന്നേക്കാം. എൻ്റെ കൈ കാശ് കിട്ടുമ്പോൾ ഞാനത് കൊടുത്തു. വലിയ തുകയൊന്നുമല്ല, എന്നാൽ അന്നത്തെ കാലത്തൊരു വലിയ തുക തന്നെയാണ്. ഞാൻ കൊടുത്തങ്ങ് ആശ്വസിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് പ്രശ്നമില്ല? പ്രശ്നമൊന്നുമില്ല, എനിക്ക് ആരെങ്കിലും കാശ് തന്നാൽ മതി. അല്ലെങ്കിൽ കൊടുത്ത പുള്ളി ഒരു ചെടിയനാണേ, ഇല്ലെങ്കിൽ അടിച്ചു പിടിച്ച് മേടിക്കുന്ന ആളാണ്. മനസ്സിലായോ? പണ്ടൊരു കൈവെട്ടിയ കേസിൽപ്പെട്ട ആളാണെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ നമ്മളവിടെ ചാടി വീഴണം. അവിടെ ഒരു ലഹള നടക്കാതിരിക്കാൻ, ഒരു പ്രയാസം നടക്കാതിരിക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് കഞ്ഞിക്കുള്ള കാശെടുത്ത് കൊടുത്ത് ആ പ്രശ്നത്തെ ഒഴിവാക്കണം. പൗലോസ് അതാ പറയുന്നത്. അവൻ അന്യായമായി എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യാൽ തന്നു തീർക്കാം. അതാണ് ദൈവസ്നേഹം. ഒരു അനുസരണം കെട്ട സഹോദരനെ മാനസാന്തരത്തിലേക്ക് നടത്തി അവൻ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ പ്രവൃത്തികൾ അവനെ വേട്ടയാടുന്ന സമയത്ത് ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അവിടെ ഇടപെടുക, സമയോചിതമായി ഇടപെടുക. ആത്മാവിൽ ആ വിഷയം ഗ്രഹിച്ച് മനസ്സിലാക്കി അവിടെ ഇടപെടുക. നീയല്ലേ അത് ബാധ്യത വരുത്തി വെച്ച, നീ അത് ചെയ്തോളൂ എന്ന് പറയുന്നതല്ല മര്യാദ, ദൈവസ്നേഹം. അങ്ങനെ കർത്താവ് വിചാരിച്ചിരുന്നെങ്കിൽ ആദാം ചെയ്ത പാപത്തിൻ്റെ പരിണത ഫലമായി നമ്മൾ മുഴുവൻ പാപികളായി ആ പാപത്തിൽ ദൈവം നമ്മെ വിടുവിക്കുമോ? ആദാമിൻ്റെ പാപം നിമിത്തം നമ്മൾ മുഴുവൻ പാപികളായി. നമ്മൾ വിടുവിക്കാൻ യാതൊരു ചാൻസുമില്ല. എന്നാൽ കർത്താവിൻ്റെ കരുണ, യോഹന്നാൻ്റെ സുവിശേഷം 3:16, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോളം ലോകത്തെ സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചു. സ്നേഹത്തിൻ്റെ ആധിക്യ നിമിത്തമാണ് നമ്മുടെ പാപങ്ങൾ പിതാവ് ക്രിസ്തുയേശുവിലൂടെ ക്ഷമിച്ചതെന്നുള്ള പരിജ്ഞാനം, വിവേകം ദൈവദാസന്മാർക്കും വിശ്വാസികൾക്കും ഉണ്ടാകണം എന്ന് ഞാനിവിടെ പറയുക. അപ്പോൾ ഒനസിമോസിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചു കേട്ടല്ലോ. നിങ്ങളത് ഒനസിമോസിൻ്റെ ചരിത്രം നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിച്ചോണം. ഫിലമോൻ്റെ ലേഖനം അതിൻ്റെ 8 മുതൽ 19 വാക്യം വായിച്ച് പഠിക്കുമ്പോൾ ഒനസിമോസിനെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒനസിമോസിനെ കുറിച്ച് ഇവിടെ പൗലോസ് പറയുന്നത് കേട്ടിട്ട് ഞാൻ അതിശയപ്പെട്ടു പോയി. സ്തോത്രം. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനുമായി ഞാൻ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥ എല്ലാം അവൻ നിങ്ങളെ അറിയിക്കും. എത്ര മനോഹരമായ ഒരു പ്രസ്താവനയാണ് പൗലോസിൻ്റെ. ഒരു തെറ്റ് ചെയ്ത് പിന്മാറിപ്പോയവനെ അവനെ വീണ്ടും ജനനത്തിലേക്ക് നടത്തി. അവൻ്റെ കഴിഞ്ഞ കാല തെറ്റുകളോ അവൻ്റെ കഴിഞ്ഞ നാളുകളുടെ ഇടപാടുകളോ ഒരു പക്ഷേ രക്ഷിക്കപ്പെട്ടതിന് ശേഷമോ എന്തെങ്കിലും ചെയ്താൽ പോലും അത് കർത്താവിൻ്റെ നാമത്തിൽ അവനോട് ക്ഷമിച്ച് അവനെ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹം പൗലോസിനുണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും അതില്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ പൗലോസ് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. പൗലോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ഞങ്ങളെ അനുകരിപ്പിൻ, എന്നെ അനുകരിപ്പിൻ. കാരണം അത്രത്തോളം ആത്മീയമായ വലിയ ദർശനമുള്ള 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു അനുഗ്രഹീത ദൈവവൃത്തിനാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ അനുകരിപ്പിൻ, ഞങ്ങളെ അനുകരിപ്പിൻ.
അപ്പോസ്തലന്മാരെ അനുകരിപ്പിൻ. ഇന്ന് പ്രസ്ഥാനങ്ങളിലുള്ള പ്രസിഡന്റുമാരെയോ സെക്രട്ടറിമാരെയോ ഖജാൻജിമാരെയോ ഒരെണ്ണത്തിനെ അനുകരിക്കരുത്. അനുകരിച്ചാൽ നിങ്ങൾ നരകക്കുഴിയിൽ എപ്പോൾ പോയെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ കാണുന്നില്ല. ബാബു വേഷമല എന്നൊരു അനുഗ്രഹീതനായ ദൈവദാസൻ വീൽ ചെയറിലിരുന്ന് പ്രസംഗിക്കുന്നു, ദൈവവചനം പഠിപ്പിക്കുന്നു, ആഴത്തിൽ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവവൃത്തിനാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നെ കീറി മുറിക്കാനിടയായി. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ അനുകരിക്കാൻ കൊള്ളാകുന്ന ഒരു ലീഡർമാരും നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ ഇല്ല തന്നെ. അത് കേട്ട് അന്ന് മുതൽ ഞാനും പ്രസംഗിക്കാൻ തുടങ്ങി. ഒരൊറ്റ ഒരെണ്ണം ഇല്ല. പൗലൂസിനെ പോലെയോ പത്രോസിനെ പോലെയോ യോഹന്നാനെ പോലെയോ യാക്കോബിനെ പോലെയോ അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ലീഡർമാർ ഇന്നത്തെ ആത്മീയ നേതൃത്വത്തിൽ ഇല്ല. എല്ലാം ദ്രവ്യാഗിരികളും കസേരമോഹികളുമാണ്. എലക്ഷൻ വരുമ്പോൾ അറിയാം ഇവരുടെ തനി നിറം പുറത്തിയാടുന്നത്. കണ്ടാരല്ലോ പറയുന്നാറുണ്ട്, ഒരു പാമ്പിനെ കണ്ടാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ കറുത്തതായിരിക്കാം, ചിലപ്പോൾ ഇത്തിരി വേറെ ചാരനിറമായിരിക്കാം. എന്നാൽ ഒരു നുള്ളു മണ്ണ് അങ്ങോട്ട് കയ്യിലെടുത്ത് അതിൻ്റെ മേത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പണം വിടർത്തി ആടുമ്പോൾ മനസ്സിലാവും ഇവൻ ഏത് ജാതിയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ മഹാന്മാരോട് നമ്മൾ ഇടപെട്ട് നോക്കണം. നമുക്കറിയാം ഇവരാരാണെന്ന്. ഇവർ കസേരമോഹികളാണ്, സ്ഥാനമോഹികളാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ മോശയുടെ പീഠത്തിലിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആരാ? ശാസ്ത്രിമാരും പരീശന്മാരും. എന്താ അവരുടെ ശുശ്രൂഷ? ഒരുത്തനെ കടലും കരയും നടത്തി കൊണ്ടുവന്നിട്ട് ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുക. അതാ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാസ്റ്റർമാരും അല്ല കേട്ടോ, എല്ലാ ശുശ്രൂഷന്മാരും അല്ല കേട്ടോ, ഇവരുടെ ഇടയിൽ ഒരു ചെറിയ ശേഷിപ്പുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി ജനത്തെ ഒരുക്കുന്നവർ. അവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുണ്ട്, യാഥാർത്ഥ്യമാണത്. എല്ലാ പ്രസ്ഥാനങ്ങളിലുമുണ്ട്. അവരതിൻ്റെ ഇടയിൽ കിടന്ന് തീ തിന്നുകയാണ്. എനിക്കറിയാം, ഈ വലിയ പ്രസ്ഥാനത്തിലൊക്കെ കിടന്ന് ആ പ്രസ്ഥാനത്തിനും പ്രസിഡന്റിനും സെക്രട്ടറിക്കും എതിരെയൊക്കെ വാതോരാതെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ അവരെ നേരിട്ട് കണ്ട, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങി മനുഷ്യ, നിങ്ങൾ പോയി ഇറങ്ങി സ്വതന്ത്രമായിട്ട് ജീവിക്കേ. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന കൂട്, ഹൗസ് ചർച്ചായിട്ട് കൂട്. എന്തിനാ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വഴക്കുണ്ടാക്കുന്നത്? അവരോട് വഴക്കുണ്ടാക്കി നിങ്ങൾ ജയിക്കത്തില്ല. അവർക്ക് പോലീസുണ്ട്, പട്ടാളമുണ്ട്, പണമുണ്ട്, കോടികളുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ച് നിങ്ങളവരെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഇറങ്ങിപ്പോ, ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോയി വെളിയിലോട്ട് പോയി അവിടെ ചെന്ന് സമാന ഉപദേശ കാഴ്ചപ്പാടുള്ളവരുമായിട്ട് കൂട്ടായ്മ കർത്താവിൻ്റെ ഒരു പോകാൻ നോക്കി തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി എവിടെ പോകും? പ്രസ്ഥാനം അങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പൊക്കോണം, നിൽക്കരുത് അവിടെ. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം കെട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. കണ്ടോ, വാക്യം കണ്ടോ? കൃത്യം വായിക്കും. ഞങ്ങളോട് പ്രാപിച്ച അപ്പോസ്തലനോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമകെട്ട് നടക്കുന്നവൻ ആരാണെങ്കിലും, പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഖജാൻജി, അവരെ വിട്ട് അകന്നു പൊക്കോണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? നമ്മൾ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി നമ്മൾ നരകത്തിൽ പോയി വീഴും. അതുകൊണ്ട് ഒനസീമോസിനെ പൗലോസ് എടുത്ത് പറയുകയാണ്, അവൻ വിശ്വസ്ത സഹോദരനാണ്. വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോടുകൂടെ നിങ്ങളുടെ കയ്യിൽ അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥാപനെല്ലാം നിങ്ങളെ അറിയിക്കും. അടുത്ത 10-ാം വാക്യം. എൻ്റെ സഹവൃദ്ധനായ അരിസ്തോഹോസും ബർന്നബാസിൻ്റെ മച്ചനനുമായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ പൗലോസ് മാത്രമല്ല, അവനും അവരെ കുറിച്ച് പറയുക. അടുത്ത, അവനൊടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുവിൻ. ക്രിസ്തോസ് എന്ന് പേര് പറയുന്ന യേശുവും നിങ്ങൾക്ക് വന്ദനം ചെല്ലുന്നു. പരിച്ഛേദനക്കാരൻ ഇവർ മാത്രം ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാരായി എനിക്ക് ആശ്വാസമായി. ഈ പദം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ദൈവരാജ്യത്തിന് കൂട്ടുവേലക്കാർ. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവവൃത്യന്മാരുടെ വേല ദൈവരാജ്യത്തിൻ്റെ കൂട്ടുപണിയാണ്. IPCക്കും ഷാരോനും ചർച്ച ബോർഡിനും വേല ചെയ്യുന്നവരല്ല നമ്മൾ. ആ ഉൾബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാണ്. ദൈവരാജ്യം, സ്വർഗരാജ്യം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സ്വർഗസ്നാനികളുടെ പിതാവേ, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതാ കർത്താവിൻ്റെ പ്രാർത്ഥന. ഇന്നത്തെ പ്രാർത്ഥന എന്തുവാന്ന്? ഏതെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിച്ചാൽ സ്വോത്രത്തോടെ ഏൽപ്പിച്ചിട്ടങ്ങ് പോയേക്കുക. പ്രാർത്ഥിക്കേണ്ടെന്നും വിഷയങ്ങൾക്ക് വേണ്ടി മധ്യ ചെയ്യേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല.
ഒരു വിഷയം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. ആ വിഷയത്തെ ഓർത്തങ്ങ് സ്തോത്രം ചെയ്യുക. പിന്നെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ജൽപ്പനമായി. കത്തോലിക്ക നന്മ അറിഞ്ഞ് പറയുന്നത് നിനക്ക് സ്തുതി, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പറഞ്ഞങ്ങോട്ട് തീരുന്നതിന് മുമ്പേ പിന്നെയും നന്മ അറിഞ്ഞ് പറയുമ്പോൾ നിനക്ക് സ്തുതി, പിന്നെയും നന്മ അറിഞ്ഞ് നിനക്ക് സ്തുതി, പിന്നെയും നന്മ അറിഞ്ഞ്. ഒരു ദിവസം ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി, ലൂർദ് ഹോസ്പിറ്റലിൽ. ഇതൊരു ആവശ്യത്തിന് അവിടെ പോയതാണ്. എൻ്റെ പൊന്നെ, കുറേ സഹോദരിമാരെല്ലാം കൂടി ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു ചൂരവടി എടുക്കാൻ തോന്നി എനിക്ക്. എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യം കേട്ടോ ഞാനത് പറയുന്നത്. ഇതൊന്നും ചെയ്യത്തില്ല നമ്മൾ. കാരണം ഇത് കേട്ട് കേട്ട് ചെകിടിച്ചു പോയി. അതുപോലെ ഇന്നത്തെ പെന്തക്കോസ്തുകളുടെ പ്രാർത്ഥനയും പ്രാർത്ഥന എന്ത് പ്രാർത്ഥന? ഏതെങ്കിലും ഒരു വിഷയം പ്രാർത്ഥിച്ച് അതിന് ഓർത്തങ്ങ് സ്തോത്രം ചെയ്യുക. സ്തോത്രം ചെയ്ത് വിട്ടേക്കാൻ. അത് തന്നെയും പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മീക ശൈശവാവസ്ഥയാണ്. ആത്മീയ വളർച്ചയില്ലാത്ത, ആത്മീക നിറവില്ലാത്ത, പിന്നെ ആത്മീയ വർധനവില്ലാത്ത ഒരു കൂട്ടം വിശ്വാസികളാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂട്ടത്തിൽപ്പെട്ടവരാകരുത്. നമ്മൾ ആത്മീയ വളർച്ചയുള്ളവരും ആത്മീയ വർധനമുള്ളവരും ആത്മീയ നിറവുള്ളവരും ആത്മീയമായി കരുത്തന്മാരും ശക്തന്മാരുമായി തീരണം. യേശു പടകിൽ യാത്ര ചെയ്യുമ്പോൾ ഗദരദേശത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഉദകസ്ഥനെ ശാസിക്കാൻ പോവുക, അനുഭവത്തെ ശാസിക്കാൻ പോവുക. പോണ വഴിക്ക് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. പടക് മുങ്ങുമാറായി, കാറ്റും കോളും അടിച്ചു. അപ്പോൾ യേശു എന്തുക, അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു ഒരു പ്രത്യേക ലോകത്തായിരുന്നു. ഏതാ? തൻ്റെ പിതാവിൻ്റെ സ്വർഗീയമായ ലോകത്തിലായിരുന്നു യേശു. എവരോ ഈ ലോകത്ത് കിടന്ന് ചക്രശ്വാസം വലിക്കുക. ഞാനൊരു മർമ്മമാണ് പറയുന്നത്, ശ്രദ്ധിച്ചോണേ. യേശു ആയിരുന്നത് ആത്മീകമായ ലോകത്താണ്. തൻ്റെ പിതാവുമായിട്ടുള്ള സംസർഗത്തിൽ, പ്രാർത്ഥനയിൽ കർത്താവായിരുന്നു. ഈ ലോകത്തിലെ കാറ്റും കോളും മടിയും ഒന്നും അവനെ ബാധിച്ചില്ല. 12 എണ്ണം കിടന്ന് കാറിക്കൂവുക. ആ കാറിക്കൂവുന്ന സമയത്ത് ഒരു വാക്ക് അവർ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? എന്താ പറയുന്നത്? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ എടാ മണ്ടക്കോ സ്വാമികളെ, നശിക്കുമ്പോൾ യേശുവും കൂടെയല്ലേ നശിക്കുന്നേ? യേശു പടകിൽ കിടക്കുകയല്ലേ? സർവ്വലോകത്തെയും വാക്കാ സൃഷ്ടിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പറയുമ്പോൾ തൃത്വത്തിൽ സ്തോത്രം, രണ്ടാമനായ ക്രിസ്തു പടകിൽ കിടക്കുക. അപ്പം പടക് എത്ര ആടി ഉലഞ്ഞാലും ഈ പടക് നശിക്കത്തില്ലെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വാസികളുടെ ഒരു സംഘമായിരുന്നു. അപ്പോൾ അവർ ശിഷ്യന്മാരായിരുന്നു. പിന്നീടാണ് അവർ അപ്പോസ്തലന്മാരായിരുന്നു. ലേണിംഗ് പീരീഡിൽ അവരായിരുന്നു. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡബിൾ ക്ലച്ച് ഡബിൾ ബ്രേക്കുള്ള വണ്ടിയിൽ ഓടിക്കുന്നവനോട് വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എച്ചെടുക്കാൻ എന്നോട് പറഞ്ഞു. 2-3 പ്രാവശ്യം പുള്ളി എന്നെ കൂടെ ഇരുത്തി എച്ചെടുപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി ആശാൻ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇനി സാമ എച്ചെടുക്കാൻ പറഞ്ഞു. സാഞ്ചേട്ടൻ എന്താ, അവൻ്റെ എന്നെക്കാൾ അനിയനാണ് അവന്, ഒരു നല്ലൊരു പയ്യനാണ്. സാഞ്ചേട്ടൻ എച്ചെടുക്കാൻ പറഞ്ഞു. ഞാനങ്ങ് കിടുങ്ങിപ്പോയി. എന്ത് കളി! 3-4 പ്രാവശ്യം എച്ച് എടുക്കാനായിട്ട് എൻ്റെ വണ്ടിയിലൊപ്പം ഇരുന്ന് പുള്ളി എന്നോട് സ്റ്റിയറിംഗ് പിടിച്ച് പുള്ളി എടുത്തിട്ട് പിന്നെ എന്നെ എടുപ്പിക്കാൻ പറയുക. കാരണം അങ്ങനെ എടുപ്പിച്ചാലല്ലേ ഞാൻ പഠിക്കുള്ളൂ. ഞാൻ രണ്ടും കൽപ്പിച്ച് സ്വോത്രത്തോടെ കയറി എടുത്തു. ചുരുക്കി പറഞ്ഞ അന്നത്തെ സ്റ്റുഡൻസിൽ ഏറ്റവും നല്ല എച്ചെടുത്ത ആൾ ഞാനായിരുന്നു. ഒരൊറ്റ ടെസ്റ്റിൽ ഞാൻ പാസ്സാകുകയും ചെയ്തു. എന്നെക്കാൾ പ്രഗത്ഭന്മാർ പലരും തോറ്റ് തൊപ്പിയിടാനിടയായി തീർന്നു. ദൈവകൃപയെന്നല്ലാതെ ഒന്നും പറയാനില്ല. എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണ്. യേശു പടകിൽ കിടക്കുമ്പോൾ യേശു പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ദൈവരാജ്യത്തിൻ്റെ വ്യക്തമായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നതും പ്രസംഗിച്ചതും മുഴുവൻ. ഇവർ ശിഷ്യന്മാരോ പഠിച്ചോളി, പക്ഷേ ഇവർ പഠിച്ച പ്രാപ്തന്മാരായി, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് കരുത്തന്മാരായി തീർന്നപ്പോൾ ഇവർ കരുത്തന്മാരായി മാറി. ഇവരെ തല്ലിയാൽ പോലും ഇവർ ചിരിക്കുന്ന ആൾക്കാരായി മാറി. ഇവരെ വളഞ്ഞിട്ട് തല്ലിയപ്പോൾ സന്തോഷത്തോടെ ഇവർ പോയെന്നുള്ളൊരു ഭാഗമുണ്ട്. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എടുത്താട്ടെ. പ്രവൃത്തി 4, ഞാൻ അതിൽ നിന്ന് ആ കാര്യം മനസ്സിലാക്കി. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ.
സ്വത്രം സ്വത്രം. ഹല്ലേലൂയ. 5-ാം അധ്യായം അതിൻ്റെ 29, 39, 40 വാക്യങ്ങൾ വായിക്കും. ദൈവികമെങ്കിലോ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ച് അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പോസ്തലന്മാരെ തർജ്ജനം ചെയ്യുന്ന ഒരു ഭാഗമായത്. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ, വാക്യം മാത്രം വായിച്ചാൽ മതി. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു. നല്ല ചുട്ട അടി കൊടുത്തു അല്ലേ. അവരെ വരുത്തി അപ്പോസ്തലന്മാരെ വരുത്തി അടിപ്പിച്ചു. നല്ല ചുട്ട അടി കൊടുത്തു. പൗലോസ് തന്നെ അടിച്ച ചരിത്രമൊക്കെ പറയും. 1 Corinthians 40 വട്ടം 39 വട്ടം 5 പ്രാവശ്യം അടിച്ച ചരിത്രമൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ അടിയും കുത്തുമൊക്കെ അവർ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് സന്തോഷമായിരുന്നു. ഇന്നാണെങ്കിലോ ഉടനെ കേസ്, കോടതി, വഴക്ക്, രക്ഷിക്കപ്പെട്ട വക്കീല് ഗുണം പിടിക്കാത്ത വക്കീലിനെ കൊണ്ട് കേസിന് പോവുക. ഇതൊക്കെ എന്ന് നടക്കുന്നത്. ഇതൊക്കെ മാറണം ദൈവമക്കളെ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷിച്ചു കൊണ്ട് പുറപ്പെട്ടു. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ കഷ്ടങ്ങളുണ്ടാകും, ശോധനകളുണ്ടാകും, പീഡകളുണ്ടാകും, പോരാട്ടങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും. അവിടെ അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. ഫസ്റ്റ് ക്യാപ്റ്റൻ ശാമുവേലിനെ സുവിശേഷം വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് അവർ വക്കീലുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞു, ഡ്രൈവറോട് പറഞ്ഞു അവിടെ നിർത്താൻ പറഞ്ഞു വണ്ടി. ഇവിടെ ഒരുത്തനെ ഞങ്ങൾക്ക് ഇറക്കി വിടണം, ഇവിടെ ഞങ്ങൾക്ക് ചെവിയും നിലയ്ക്ക് വെക്കാൻ പറ്റത്തില്ല. യേശു മശിഹയെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് സുവിശേഷം പുള്ളി പറയുമായിരുന്നു വാഹനത്തിൽ. വക്കീൽ കിടന്ന് ബഹളം ഉണ്ടാക്കി ഡ്രൈവറോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഇയാളെ ഇറക്കി വിട്ടു. പാതി വഴിക്ക് ഇറക്കി വിട്ടു. 4-5 കിലോമീറ്റർ വേണം ഇനിയും പുള്ളി നടന്നു പോകാൻ. പുള്ളി നടന്നു പോയെന്നാണ് പറയുന്നത്. ആ ഇറക്കി വിട്ട സമയത്ത് ഇദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബസ് ബെല്ലടിച്ച് വിട്ടു. ബസ് മുമ്പോട്ടെടുത്തു. അടുത്ത സമയത്ത് ക്യാപ്റ്റൻ ശാമുവേൽ കൈവീശി പുഞ്ചിരിച്ചുകൊണ്ടിങ്ങനെ ടാറ്റ കൊടുത്തു. ആ ബസ്സിലുള്ള എല്ലാ യാത്രക്കാർക്കും, ഇറക്കി വിട്ട വക്കീൽ സാറിനും എല്ലാവർക്കും ടാറ്റ കൊടുത്തു. ചിരിച്ചുകൊണ്ട് ടാറ്റ കൊടുത്തു. ഇന്നത്തെ പാസ്റ്റർമാരാണെങ്കിലോ പറ്റിയ 2 കല്ലെടുത്തെങ്കിലും എറിഞ്ഞു തന്നെ. വിശ്വാസത്തിലാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അടുത്ത ദിവസം ആ ബസ്സിനെ പോലീസുകാരെ കൊണ്ട് എന്ത് ചെയ്യും? അറസ്റ്റ് ചെയ്യിപ്പിച്ചതന്നെ. ഇവിടെയാണ് നമ്മളും യഥാർത്ഥ ദൈവദാസന്മാരുമായിട്ടുള്ള വ്യത്യാസം. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം നിസ്സാര കാര്യങ്ങൾ പൊറുക്കാൻ കഴിയാതെ കേസും കോടതിക്കും വഴക്കിനും വേണ്ടി പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേസും വഴക്കും കോടതിയൊന്നും നമുക്കില്ല. നമുക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താൽ നമുക്ക് പോകാം, ഓക്കെ, പോയില്ലേ പറ്റുള്ളൂ. നമ്മൾ ഇന്ന ആൾക്ക് വേണ്ടി കേസ് കൊടുക്കാൻ പോകരുത്. അവിടെ പൊറുക്കണം, സഹിക്കണം, ക്ഷമിക്കണം. നമ്മുടെ ക്ഷമ അവരറിയണം. ക്യാപ്റ്റൻ ശാമുവേൽ കൈപൊക്കി ടാറ്റ കൊടുത്തു, ചിരിച്ചുകൊണ്ട് ടാറ്റ കൊടുത്തു. വാഹനം അങ്ങ് പോയി. ഇദ്ദേഹം നടന്ന് 3-4 കിലോമീറ്റർ നടന്ന് വീട്ടിൽ ചെന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ബാങ്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇദ്ദേഹം ഒരു ബാങ്കിലേക്ക് ചെന്നപ്പോൾ അവിടെ ബാങ്ക് മാനേജറായിട്ടിരിക്കുന്നത് ഈ വക്കീൽ സാർ അല്ല, വക്കീലല്ല, ബാങ്ക് മാനേജറായി ഇദ്ദേഹം ഒരു ഹിന്ദു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, ചില ദിവസങ്ങൾക്ക് മുമ്പ് ബസ്സിൽ കയറി സുവിശേഷം പറഞ്ഞ നിങ്ങളല്ലേ? അതേ, ഞാനാണ്. ചിരിച്ചോണ്ട് പറഞ്ഞു, ശരി, ഞാൻ അന്ന് തൊട്ട് ഞാൻ അസ്വസ്ഥനാണ്. എന്താ കാര്യം? ഞങ്ങൾ നിങ്ങളെ വഴക്ക് പറഞ്ഞ് വാഹനത്തിൽ നിന്ന് പിടിച്ച് തള്ളി ഇറക്കി വിട്ട് നിങ്ങൾ നടന്നു പോകേണ്ട ഒരവസ്ഥ വന്നു. അതൊന്നും നിങ്ങളെ ബാധിച്ചില്ല. നിങ്ങൾ ചിരിച്ചോണ്ട് ടാറ്റ തന്ന ആ സംഭവം എന്നെ പിടിച്ചുലച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ ഭാവം. കർത്താവിനെ ക്രൂശിച്ചവരോട് കർത്താവ് എന്താ പറഞ്ഞത്? പിതാവേ, പറ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണം. സ്തെഫാനോസ് എന്താ പറഞ്ഞത്? ഈ പാപം ഇവർക്ക് നിർത്തരുത്. ഈ സ്വഭാവം പ്രാപിക്കാതെ ഏത് സ്വർഗത്തിലാണ് നമ്മൾ പോണേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോടതി കേട് വഴക്ക് പക്കാണം ചെയ്ത് നടത്തുകൊണ്ടിരുന്നവരൊന്നും സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ല. ജഡത്തിൻ്റെ പ്രവൃത്തി, ദുർന്നുള്ള പശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം,
ജാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്, സിനിമ, നാടകം, സീരിയൽ, ഇത് കാണുന്നവരൊന്നും സ്വർഗത്ത് പോകത്തില്ല. അത് ഉപദേശം പുസ്തകത്തിലുള്ളത് പറയാത്തതിന് നമ്മളെന്ത് ചെയ്യാനാ? ഒരിക്കൽ ഒരു പാസ് ഒഴിക്കുക, ഈ വെറുക്കൂത്ത്, സിനിമ, ഇതൊക്കെ നാടകം എന്ന് തെളിയിച്ചു തരാമോ? മനസ്സിലൂടെ തെളിയിച്ചു. മിണ്ടിയില്ല, ഒരു അക്ഷരം മിണ്ടിയില്ല. വലിയ പ്രസ്ഥാനത്തിൻ്റെ വലിയ പാസ്റ്റർ, ഒരക്ഷരം മിണ്ടിയില്ല. കാരണം പുള്ളി അതിൽ കിടന്ന് തലകുത്തി മറിയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള പാപപ്രവൃത്തികൾ നമ്മൾ വിട്ടൊഴിയണം. അത് വചനവിരുദ്ധമാണ്, വചനത്തിൻ്റെ വ്യവസ്ഥയല്ല, ലോകസ്നേഹമാണ്. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറും. ദൈവത്തിൻ്റെ ശത്രുവിനെ കൊണ്ടാണ് കർത്താവ് വരുന്നത്. എത്ര ക്ലിയർ ആയിട്ട് കിടക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 4:4 വായിച്ചേ. അതിലെന്താ യാക്കോബ് പറയുന്ന പദപ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. പെന്തക്കോസ്തുകാരൊന്ന് കേട്ടെ. ജെയിംസ് 4:4. ഹല്ലേലൂയ, സ്തോത്രം. യാക്കോബ് 4:4. വ്യഭിചാരിണികളാണ് ലോകസ്നേഹികൾ. അപ്പൊ ആത്മീക വ്യഭിചാരം ചെയ്യുന്നവരാണ് ലോകസ്നേഹികൾ. നമ്മൾ ആരാ? ക്രിസ്തുവിൻ്റെ നിർമ്മല കന്യകയാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ ഏകപുരുഷന് നിർമ്മല കന്യായിപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു നിർമ്മല കന്യയാണ് പുതിയ നിയമ സഭ. ആ സഭ ലോകസ്നേഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആത്മീക വ്യഭിചാരം ചെയ്യുന്നു. കരുത്തനായ ശക്തനായ യാക്കോബ് പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകും. ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി മാറുന്നു. ശത്രുവിനെ ചേർക്കാനാണ് കർത്താവ് വരുന്നേ? നോ, ശത്രുവിനെ ചേർക്കാനല്ല കർത്താവ് വരുന്നേ. ദൈവത്തിൻ്റെ മക്കളെ ചേർക്കാൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധാംശം പ്രാപിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച് ദത്തെടുക്കൽ പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ ചോരയാൽ സ്വത്രം വിലയ്ക്ക് വാങ്ങപ്പെട്ട് അതുകൊണ്ട് തീർന്നു. പിതാവിൻ്റെ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അതുകൊണ്ട് തീർന്നു. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മക്കളും അവകാശികളുമായി തീരുന്നത് അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോഴാണ്. ഇന്ന് അഭിഷേകത്തിൻ്റെ ഉപദേശം പലർക്കും ഇല്ല. പ്രാപിച്ച അഭിഷേകം പോലും കുളമാക്കിയിട്ടിരിക്കുക പലരും. അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അന്യായ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മടങ്ങി വരാൻ ഈ പ്രസംഗം അനിവാര്യമാണ്. മടങ്ങി വരിക. കർത്താവിൻ്റെ വരവായി. ദൈവസഭ മാറ്റപ്പെടാൻ നേരമായി. സതീശൻ ഭരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. കർത്താവായ യേശുക്രിസ്തു 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോവുക. കർത്താവ് വാനമേഘത്തിൽ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിച്ചിരിക്കുന്നവർ, ക്രിസ്തുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ ചേർക്കപ്പെടുകയും 7 വർഷം സ്വർഗത്തിലായിരിക്കും. അതിനുശേഷം ഈ 7 വർഷം കഴിഞ്ഞ് ഇവരുടെ മഹോദരകാലമായിരിക്കും. മഹോദരകാലം കഴിഞ്ഞ് ഈ ദൈവപുത്രനായ യേശുക്രിസ്തുവും പുതിയ നിയമസഭ പഴയ നിയമസഭ 2 കൂട്ടരും കൂടി ഒരുമിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരും. അതിപ്പോൾ അവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ എന്നൊരു വാസം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എതിർക്കാനൊന്നും പോയില്ല. നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, വിശുദ്ധന്മാർ ഭൂമിയെ ഭരിക്കുമെന്ന്. നമ്മൾ കർത്താവിനോടൊപ്പം വാഴുമെന്ന് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ജാതികളെ നമ്മൾ വിധിക്കും, ദൂതന്മാരെ വിധിക്കും. അത് 1000 ആണ്ട് വാഴ്ച നടക്കുന്ന സംഭവമാണ്. സ്വത്രം. അപ്പോൾ ഏതൊക്കെ നിലയിലുള്ള ഉപദേശമാണ് ഇന്ന് ആത്മീയകോളത്തിൽ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്നത്? ചിലർ അറിയാതെ പറയുന്നു, ചിലർ അറിഞ്ഞു പറയുന്നു, ചിലർ ഒരു വെളിവില്ലാത്ത നിലയിൽ പറയുക. ഇതൊക്കെ കേട്ട് വിശ്വാസികളെല്ലാം ഒരു പരുവത്തിൽ കിടക്കുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ എന്ത് പഠിപ്പിച്ചു അത് കേട്ട് അനുസരിച്ചോ, അതാണ് ഉപദേശം. ഞാൻ പറയുന്നത് അതിൽ നിന്നാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതും നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുക. അത് ഗുണമില്ല. അതുകൊണ്ട് വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. നിർമ്മല കന്യകയാണ് സഭ. സഭ ലോകത്തോട് ഇടകലരുമ്പോൾ പഴയ നിയമത്തിലൊരു കരുത്തനായ കഥാപാത്രമുണ്ട്. ആരാ? എഫ്രൈം. എഫ്രൈം ലോകത്തോട് ഇടകലർന്നിരിക്കുന്നു. ഒട്ടപ്രാവായി മാറി. അവൻ യാഗപീഠം പണിത് യാഗം കഴിക്കുന്ന യാഗപീഠം തന്നെ ഒരു പാപമായി മാറിയെന്ന്. ഹോശേയുടെ പുസ്തകത്തിലുള്ള അങ്ങോട്ട് പോകുന്ന സമയമില്ലല്ലോ. അവൻ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കുന്ന ആ പ്രക്രിയ തന്നെ അതൊരു പാപമായി മാറിയെന്ന്. ഇങ്ങനെയുണ്ട്.
ഇന്നത്തെ പ്രാർത്ഥന തന്നെ അനേകർക്ക് പാപമായി തീർന്നിരിക്കുക. കൂടി വരവുകൾ പാപമായി മാറിയിരിക്കുക. ഞാൻ അങ്ങനെ ഒരു വാക്യം ഈ വേദപുസ്തകത്തിൽ കണ്ടു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ, നിങ്ങൾ കൂടി വരുന്നത് സ്തോത്രം. ഞാനതെനിക്ക് വളരെ സ്തോത്രം. 26-ത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസൻ പഠിപ്പിക്കുന്ന ഒരു ഭാഗത്തിൽ, നിങ്ങൾ കൂടി വരുമ്പോൾ അത് പാപമായി തീരാതിരിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 26-ത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്തിൽ അതുണ്ട്. ഞാനത് നിങ്ങളെ പിന്നീട് അത് ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടില്ല. സ്തോത്രം. മേശയെക്കുറിച്ച് പറയുമ്പോഴാണ് ആ ഭാഗം വരുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. നിങ്ങൾ അല്പസമയം എനിക്ക് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടത്തില്ല. ചില സമയത്ത് ചില വചനഭാഗങ്ങൾ നമുക്ക് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനത് നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.